ഏകദിനത്തിലെ നാണക്കേട്, ടെസ്റ്റിലെ പതർച്ച, ഇപ്പോൾ 2020 ലോകകപ്പിലെ നിലനിൽപ്പിനായുള്ള പോരാട്ടം. ഗൗതം ഗംഭീറിന്റെ കടുത്ത തീരുമാനങ്ങൾ ടീം ഇന്ത്യയെ പിന്നോട്ടടിക്കുകയാണോ? ഈ ലോകകപ്പിൽ ഇന്ത്യ സെമി കാണാതെ പുറത്താവുകയാണെങ്കിൽ ഗംഭീറിന്റെ സ്ഥാനം തെറിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. മറ്റു ഫോർമാറ്റുകളിൽ തിരിച്ചടി നേരിടുമ്പോൾ ഗംഭീർ പറഞ്ഞിരുന്നത് കുട്ടി ക്രിക്കറ്റിലെ പ്രകടനമായിരുന്നു. ഇപ്പോൾ ഇവിടെയും അടിപതർന്നു. സൂപ്പർ 8-ൽ സൗത്ത് ആഫ്രിക്കയോട് 76 റൺസിന് തോറ്റ ഇന്ത്യക്ക് ഇനി ജീവൻ മരണ പോരാട്ടമാണ് ബാക്കിയുള്ളത്. ഇനിയുള്ള 2 മത്സരങ്ങളും ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. കേവലം ജയം കൊണ്ട് മാത്രം ഇന്ത്യക്ക് സെമിയിലേക്ക് എത്താനാവില്ല. നെറ്റ് റൺ റേറ്റിൽ വളരെയധികം പിന്നോട്ട് പോയതാണ് ഇന്ത്യക്ക് തിരിച്ചടിയായി മാറുന്നത്. സിംബാബ്വേയോടും വെസ്റ്റ് ഇൻഡീസിനോടും വമ്പൻ ജയം നേടിയാലേ ഇന്ത്യക്ക് ഇനി സെമിയിലെത്താൻ സാധിക്കൂ. സിംബാബ്വേയോട് വെസ്റ്റ് ഇൻഡീസ് തകർപ്പൻ ജയം നേടിയെടുത്തതിനാൽ സൗത്ത് ആഫ്രിക്കയും വെസ്റ്റ് ഇൻഡീസും സെമിയിലേക്ക് എത്താനുള്ള സാധ്യതയാണ് ഉയർന്നു നിൽക്കുന്നത്. ഇന്ത്യക്ക് സെമിയിലേക്ക് എത്തുക പ്രയാസമായിരിക്കുമെന്ന് തന്നെ പറയാം. ഇതിന് കാരണമായിരിക്കുന്നത് നെറ്റ് റൺ റേറ്റ് ആണ്. ഇന്ത്യ സൗത്ത് ആഫ്രിക്കയോട് ഇത്രയും വലിയ തോൽവി നേരിട്ടാണ് തിരിച്ചടിയായി മാറിയത്. ഇത്തരമൊരു വലിയ തോൽവിയിലേക്ക് ഇന്ത്യ നയിച്ചത് പരിശീലകനായ ഗൗതം ഗംഭീറിന്റെ മണ്ടൻ തീരുമാനമാണെന്ന് തന്നെ പറയാം. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ഗംഭീർ എടുത്ത ഒരു തീരുമാനത്തിലെ പിഴവാണ് ഇന്ത്യക്ക് തിരിച്ചടിയായി മാറിയത്. 150 റൺസ് എന്ന വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യയുടെ തുടക്കം തന്നെ തകർച്ചയോടായിരുന്നു. വെറും 51 റൺസിനിടെ 5 മുൻനിര വിക്കറ്റുകളാണ് ഇന്ത്യക്ക് നഷ്ടമായത്. ഇഷാൻ കിഷനും തിലക് വർമ്മയും അഭിഷേക് ശർമ്മയും ഉൾപ്പെടെയുള്ള പ്രമുഖർ പരാജയപ്പെട്ടതോടെ ഇന്ത്യ തോൽവി ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. ഹർദിക് പാണ്ഡ്യ, റിങ്കു സിംഗ് എന്നിവരായിരുന്നു ശേഷിക്കുന്നത്. കളിയുടെ 14 ഓവറിലെ വാട്ടർ ബ്രേക്ക്, അവിടെയാണ് ഇന്ത്യയുടെ വിധി മാറ്റിമറിച്ച ആ സംഭവം നടന്നത്. ടീം തകർന്നു നിൽക്കുമ്പോൾ പരിശീലകൻ ഗൗതം ഗംഭീർ മൈതാനത്തെത്തി താരങ്ങൾക്ക് നൽകിയ നിർദ്ദേശം കടന്നാക്രമിക്കുക എന്നതായിരുന്നു. ആ തീരുമാനമാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചയായിരിക്കുന്നത്. ഇതിന് പിന്നാലെ വലിയ ഷോട്ട് കളിച്ച് ഹർദിക് പാണ്ഡ്യ പുറത്തായി. വൈകാതെ റിങ്കു സിംഗ് മടങ്ങി. ഇതോടെ കൂട്ടത്തകർച്ചയിലേക്ക് ഇന്ത്യ പോകുന്നതാണ് കാണാനായത്. ജയത്തേക്കാൾ തോൽവിയുടെ ആഘാതം കുറയ്ക്കാനായിരുന്നു ആ സമയത്ത് ഇന്ത്യ ശ്രമിക്കേണ്ടിയിരുന്നത്. വിക്കറ്റ് കളയാതെ റൺസ് നേടാൻ നോക്കിയിരുന്നെങ്കിൽ നെറ്റ് റൺ റേറ്റ് ഇത്രയധികം താഴെയില്ലായിരുന്നു. എന്നാൽ ഗംഭീറിന്റെ നിർദ്ദേശപ്രകാരം വമ്പൻ ഷോട്ടുകൾക്ക് മുതിർന്ന ഹർദിക്കും റിങ്കുവും പുറത്തായതോടെ ഇന്ത്യ തകർന്നു. പരിശീലനം എന്ന നിലയിൽ ഗംഭീറിന്റെ ഈ മണ്ടൻ തീരുമാനം ഇന്ത്യയെ വലിയൊരു കുഴിയിലേക്കാണ് തള്ളിയിട്ടത്. ഇന്ത്യയുടെ പ്രധാന താരങ്ങൾക്കെല്ലാം മികവ് കാട്ടാൻ സാധിക്കാതെ വന്നതോടെ ടീം തോൽവി ഉറപ്പിച്ചിരുന്നു. ഈ സമയത്തും വിജയത്തിനായി കടന്നാക്രമിച്ച് മാത്രം കളിക്കാനായിരുന്നു ഗംഭീർ നൽകിയ നിർദ്ദേശം. ഈ സമയത്ത് നെറ്റ് റൺ റേറ്റിനെ കുറിച്ച് ഇന്ത്യ ചിന്തിച്ചില്ലെന്നതാണ് എടുത്തു പറയേണ്ടത്. ഗംഭീർ ആ സമയത്ത് ബുദ്ധിപൂർവ്വം തീരുമാനം എടുക്കേണ്ടിയിരുന്നു. ഇന്ത്യയുടെ നെറ്റ് റൺ റേറ്റ് ഇത്രയും പിന്നോട്ട് പോകാതെ തോൽവി ഭാരം കുറയ്ക്കാൻ ശ്രമിക്കണമായിരുന്നു. 10 ഓവർ പിന്നിട്ടപ്പോൾ തന്നെ ഇത് സംബന്ധിച്ച തീരുമാനമെടുക്കാൻ പരിശീലനം എന്ന നിലയിൽ ഗംഭീറിന് സാധിക്കണമായിരുന്നു. ആക്രമിച്ച് വിക്കറ്റ് നഷ്ടപ്പെടാതെ നെറ്റ് റൺ റേറ്റ് പിന്നോട്ട് പോകാതിരിക്കാൻ തോൽവി ഭാരം കുറക്കാനായിരുന്നു ഇന്ത്യ ശ്രമിക്കേണ്ടിയിരുന്നത്. എന്നാൽ ആക്രമിച്ച് ജയിക്കാനുള്ള ഗംഭീറിന്റെ തീരുമാനമാണ് ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് ഇന്ത്യയെ എത്തിച്ചതെന്ന് നിസ്സംശയം പറയാം. ഗൗതം ഗംഭീർ പരിശീലന സ്ഥാനത്തേക്ക് വന്നത് വലിയ പ്രതീക്ഷയോടെയായിരുന്നു ആരാധകർ നോക്കിക്കണ്ടത്. എന്നാൽ ഗംഭീർ ചുമതലയേറ്റ ശേഷം ഇന്ത്യൻ ടീം നേരിടുന്നത് സമാനതകളില്ലാത്ത തിരിച്ചടികളാണ്. ഗംഭീർ പരിശീലകനായി എത്തിയ ആദ്യ വിദേശ പരമ്പരയിൽ തന്നെ ഇന്ത്യക്ക് കനത്ത ആഘാതമേറ്റു. 27 വർഷങ്ങൾക്ക് ശേഷം ശ്രീലങ്കയോട് ഒരു ഏകദിന പരമ്പര ഇന്ത്യ തോറ്റു. സ്പിന്നിനെ നേരിടുന്നതിൽ ലോകോത്തര ബാറ്റർമാർ പരാജയപ്പെട്ടപ്പോൾ പരിശീലകൻ എന്ന നിലയിൽ കൃത്യമായ തന്ത്രങ്ങൾ വരാൻ ഗംഭീറിന് സാധിച്ചില്ലെന്ന വിമർശനം അന്ന് ഉയർന്നിരുന്നു. വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ മാത്രമല്ല ടെസ്റ്റ് ഫോർമാറ്റിലും ഇന്ത്യയുടെ ആധിപത്യത്തിന് ഇളക്കം തട്ടിയിരിക്കുകയാണ്. ഹോം ഗ്രൗണ്ടുകളിൽ പോലും എതിരാളികൾക്ക് മുന്നിൽ ഇന്ത്യ വിറയ്ക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അമിതമായ ആക്രമണോത്സുകത ടെസ്റ്റ് ക്രിക്കറ്റിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ടീമിന് ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്യുന്നത്. ഈ തിരിച്ചടികളുടെ തുടർച്ചയാണ് ഇപ്പോൾ T20 ലോകകപ്പിലെ നാണക്കേടും. 150 റൺസ് പിന്നിടുന്നതിനിടെ 51-5 എന്നതിൽ തകർന്ന ഇന്ത്യക്ക് ആ സമയത്ത് വേണ്ടിയിരുന്നത് വിക്കറ്റ് കാത്തുസൂക്ഷിച്ച് തോൽവിയുടെ ആഘാതം കുറയ്ക്കാനായിരുന്നു. എന്നാൽ 14 ഓവറിൽ മൈതാനത്തെത്തിയ ഗംഭീർ അറ്റാക്കിംഗ് ഗെയിം തുടരാൻ നിർദ്ദേശിച്ചതോടെ നെറ്റ് റൺ റേറ്റ് പാതാളത്തിലേക്ക് താണു. ഹർദിക്കും റിങ്കും പുറത്തായതോടെ ഇന്ത്യ 76 റൺസിന്റെ ഭീമമായ തോൽവി ഏറ്റുവാങ്ങി. വെസ്റ്റ് ഇൻഡീസ് സിംബാബ്വേയെ തോൽപ്പിച്ചതോടെ ഇന്ത്യയുടെ സെമി സാധ്യതകൾ ഇപ്പോൾ മറ്റുള്ളവരെ ദയയിലാണ്. ഒരു പരിശീലന നിലയിൽ നെറ്റ് റൺ റേറ്റിനെ കുറിച്ച് ഗംഭീർ ചിന്തിക്കാതിരുന്നത് ഇന്ത്യക്ക് വലിയ തിരിച്ചടിയായി.